വിധിയോട് അതിവൈകാരികമായാണ് കൊല്ലപ്പെട്ട കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബത്തിൻ്റെ പ്രതികരണം. പൊട്ടിക്കരഞ്ഞാണ് കുടുംബാംഗങ്ങൾ വിധിയുടെ വിവരങ്ങൾ കേട്ടത്. ശിക്ഷ കുറഞ്ഞു പോയെന്നും വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്നും വിതുമ്പലോടെയായിരുന്നു മാതാപിതാക്കളുടെ പ്രതികരണം. പ്രതികളൊക്കെ കുറ്റം ചെയ്തതാണ്. ഇവരൊക്കെ വധശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് ആവർത്തിച്ചുകൊണ്ടായത്. അത് കിട്ടിയില്ല. പരമാവധി ശിക്ഷ എന്ന് വെച്ചാൽ വധശിക്ഷയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. വധശിക്ഷ കിട്ടിയില്ല. പക്ഷേ ഈ വിധിക്ക് സന്തോഷമാണ്. പക്ഷേ ഇതിൽ MLA-മാർക്കെല്ലാം കിട്ടിയത് ചെറിയ ശിക്ഷയാണ്, 5 വർഷമാണ്. അവർക്കും കൂടി കിട്ടുന്നതാണ്, ജീവനും കിട്ടുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ അത് കിട്ടിയില്ല. തൃപ്തമാണ്. തൃപ്തരല്ല എന്ന് പറയാനുള്ള വിധിയല്ല. പക്ഷേ വധശിക്ഷയാണ് നമ്മളെ കുടുംബം ആഗ്രഹിച്ചത്. വധശിക്ഷ കൊടുത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ബാക്കി 5 പേർ MLA തൊട്ട് അവർക്ക് കൊടുത്ത 5 വർഷമാണ്. പക്ഷെ അവരെയും കൂടി ഇതേ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പാർട്ടിയെ ആലോചിച്ച് പ്രോസിക്യൂട്ടറെ ആലോചിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഏത് അറ്റം വരെയും പോകാനാണ് നമ്മളെ ആലോചന. പൂർണ്ണ തൃപ്തരല്ല. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ച പരമാവധി ശിക്ഷ കിട്ടിയിട്ടില്ല. വധശിക്ഷ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇവർക്ക് ആ തരത്തിലുള്ള കുറ്റാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടന്മാർ നഷ്ടപ്പെട്ടു. അപ്പോൾ 8 വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ് ഇപ്പോഴും. ഈ ഒരു ശിക്ഷയോടെ ഞങ്ങൾ വിചാരിച്ചത് ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരരുതെന്നാണ്. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ തൃപ്തരല്ല. ഞങ്ങളുടെ പാർട്ടിയോടും പ്രോസിക്യൂട്ടറോടും ആലോചിച്ച് മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും. കല്യോട്ട് നിന്ന് അരുൺ പാറയ്ക്കലും അരുൺ പൂപ്പറമ്പയും കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ പാറയ്ക്കൽ, അവിടെ നമ്മൾ ഈ വിധി വന്നതിന് ശേഷം ആ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടു. ആരുടെയും ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളായിരുന്നു. അതിവൈകാരികമായ പ്രതികരണങ്ങൾ, മാതാപിതാക്കളുടെ കരച്ചിൽ, സങ്കട കാഴ്ചകളായിരുന്നു. അതിനപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളും ഇതിനിടയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അവർ ആ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടിട്ടുണ്ടോ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കളൊക്കെ? വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് കല്യോട്ടാണ്. കല്യോട്ട് സ്മൃതി മണ്ഡപമാണ് എനിക്ക് തൊട്ട് പുറകിൽ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കല്യോട്ട് പറയൂ, കേൾക്കാം. അരുൺ പറയൂ. വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് കല്യോട്ടാണ്. കല്യോട്ടെ സ്മൃതി മണ്ഡപമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ ഇപ്പോഴും ആ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും MP-മാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഈ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും അമ്മയും സഹോദരിയും അതുപോലെ തന്നെ ശരത് ലാലിൻ്റെ അച്ഛനുമൊക്കെ ആ സ്മൃതി മണ്ഡപത്തിൽ തന്നെയുണ്ട്. നമുക്ക് തൊട്ടുപുറകിൽ കാണുന്നപ്പോൾ ഡീൻ കുര്യാക്കോസ് MP അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ്. സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. ഈ ഘട്ടത്തിലൊക്കെ തന്നെ നമ്മൾ ഈ പ്രദേശത്തെ വിധി വന്നതിന് ശേഷം ഈ പ്രദേശത്തെ നാട്ടുകാരുമായും കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും സുഹൃത്തുക്കളുമായും സംസാരിച്ചിരുന്നു. അവരൊക്കെ തന്നെ പറയുന്നത് ഈ വിധിയിൽ പൂർണ്ണ തൃപ്തരല്ല. ഇരട്ട ജീവപര്യന്തം കിട്ടി എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ഈ വിധിയിൽ തൃപ്തരല്ല. അതിന് അതായത് കോടതി വെറുതെ വിട്ട 10 പ്രതികൾക്ക് കൂടി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അതിന് നിയമപരമായി പോരാടും, അപ്പീൽ നൽകുന്നവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നൊക്കെ ഈ കുടുംബവും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് MP നമുക്കൊപ്പം ചേരുകയാണ്. വിധി വന്നു, ഇരട്ട ജീവപര്യന്തമാണ്. CPM നേതാക്കൾക്ക് ഉൾപ്പെടെ 5 വർഷം തടവുണ്ട്. ഇനി എന്തായിരിക്കും തുടർന്നത്? തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു വികാരം പ്രതിഫലിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിധിയിൽ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖത്തേറ്റ കനത്ത തിരിച്ചടിയാണ്. കേരളത്തിലെ അമ്മ പെങ്ങന്മാർ, അച്ഛന്മാർ അവർ സ്വന്തം മക്കളെ വളർത്തി വലിയ പ്രതീക്ഷയോടുകൂടി എല്ലാ കാര്യങ്ങളും ഭാവിയെ സംബന്ധിച്ച് സ്വപ്നം കാണുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണിൽ അവർ കരടായി മാറിയാൽ അവരെ കൊല ചെയ്യുക എന്നുള്ള ഒരു സിദ്ധാന്തമാണ് അവരിവിടെ വളരെ വർഷങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ പ്രതികളെ പൂർണ്ണമായി സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ ആ പ്രതികളെ സംരക്ഷിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മുഴുവൻ ഭരണകൂടവും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് ഈ കേസിൽ ഉടനീളം കണ്ടത്. അതിനെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വലിയ കോടതി വിധിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ ഒരു വലിയ സന്ദേശമാണ് ഉയർത്തി വന്നിട്ടുള്ളത്. ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാരായാലും ശരി, അവർക്കെതിരെ വിധി നടപ്പിലാക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. മുൻ MLA ഉൾപ്പെടെ ഈ കേസിൽ പ്രതിയാണ് എന്ന് തെളിയിക്കപ്പെട്ടു. തീർച്ചയായിട്ടും ഇനിയും ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കാതിരിക്കത്തില്ല, അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിനെതിരായും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും.
വിജയകുമാർ, ഇത് തന്നെയാണ്, ഈ വാക്കുകൾ തന്നെയാണ് ഇവിടെയുള്ള ഓരോ ആളുകളിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. സാധാരണ കോൺഗ്രസിന്റെ പ്രവർത്തകർ മുതൽ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും സുഹൃത്തുക്കൾ വരെ ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. വിധിയിൽ തൃപ്തരാണ്. ഈ ഒരു കാര്യം, അതായത് ഇരട്ട ജീവപര്യന്തം കിട്ടി CPM നേതാക്കൾക്ക് ഉൾപ്പെടെ 5 വർഷം തടവുണ്ട്. പക്ഷേ കോടതി വെറുതെ വിട്ട 10 പ്രതികൾക്ക് കൂടി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. കുടുംബം പ്രതീക്ഷിച്ച പോലെ തന്നെ വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ കടക്കണം. അതിനുവേണ്ടി വിധിപ്പാർപ്പ് ലഭിച്ചതിന് ശേഷം അപ്പീൽ നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രകടനം നടത്തുമെന്ന് നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരുന്നു. പക്ഷേ നിലവിൽ പോലീസിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്, ഇവിടെ പ്രകടനം നടത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നിലവിൽ ഇവിടെ പ്രകടനമൊന്നും ഇല്ല എന്നാണ് വിജയകുമാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. യെസ്, അവിടെ പ്രകടനങ്ങൾക്കൊക്കെ വിലക്കുണ്ട്. വലിയ സുരക്ഷയിലാണ് കല്യോട്ടും പരിസര പ്രദേശങ്ങളുമൊക്കെ. നമുക്ക് അറിയാം, അവിടുത്തെ സാഹചര്യം അത്ര നിർണായകമാണ് ഈ വിധി വന്ന പശ്ചാത്തലത്തിൽ.